ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് സിയാദ് വരികയും രഞ്ജിത്തും രഞ്ജിത്തുമായിട്ട് വന്നു. അവിടെ വെച്ച് കഥ കേട്ടപ്പോൾ സിയാദ് പറഞ്ഞു, ഇത് ഞാൻ ചെയ്തോളാം, പക്ഷേ എനിക്ക് ബർബത്തുൽ കനവിൻ്റെ റിലീസുണ്ട്, അത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് ഒരു 3 ആഴ്ചത്തെ ഒരു സമയം തരണം, കാരണം ആ പടത്തിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഇത്ര പെട്ടെന്നല്ല ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ആ പടത്തിൻ്റെ ഫൈനൽ വർക്ക് നടക്കുന്നു. ഒരു 3 ആഴ്ച ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ് ചെയ്യാം. നമ്മളിവിടെയൊക്കെ ഡേറ്റ്സ് മാറിപ്പോവും. പിന്നെ ഈ പ്രഭുവിന് പകരം മലയാളത്തിലേക്കൊരു ജയറാം ഓൾറെഡി ഉണ്ട്. പ്രഭുവിനെ പകരമായിട്ടൊരു ആക്ടർ വരണം. മഞ്ജുവിൻ്റെ ഡേറ്റ് ഹോൾഡ് ചെയ്യണം. ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മലയാളത്തിലേക്ക് അങ്ങനെയാണ് സുരേഷ് വരുന്നത്. സുരേഷ് ഗോപിനെ വിളിക്കുകയും സുരേഷ് അവിടേക്ക് എത്തുകയും ചെന്നൈയിൽ വന്ന് ഞങ്ങളെ കണ്ടു, കഥ പറഞ്ഞു. സുരേഷ് ഓക്കെ ആയി.